പെൻഡുലങ്ങളെക്കുറിച്ച് ഉള്ള ക്ലാസ്സിൽ സ്റ്റെപ്പ് 1, 2 നിങ്ങളുടെ ബ്രീത്തിങ് ചെയ്തുകൊണ്ടുള്ള പെൻഡുലം വൈബ്രേഷൻസുമായിട്ട് നിങ്ങളൊന്ന് പൊരുത്തപ്പെടുത്തിയ ശേഷം ഒരു പ്രെയർ സെഷൻ കഴിഞ്ഞതിന് ശേഷം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾ ചോദിക്കുന്നത് വാട്ട് ഈസ് മൈ യെസ്. പെൻഡുലം നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് പെൻഡുലത്തിനോട് നമ്മൾ ചോദിക്കേണ്ടത് എന്താണ് എൻ്റെ യെസ്, അതെ എന്നുള്ളതിനുള്ള മൂവ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കുമ്പോൾ പെൻഡുലത്തിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ചിലപ്പോൾ മുന്നോട്ടും പിന്നോട്ടും ആകാം, അല്ലെങ്കിൽ സൈഡ് ബൈ സൈഡ് വലത്തോട്ടോ ഇടത്തോട്ടോ ആകാം, ഇല്ലെങ്കിൽ അത് ക്ലോക്ക് വൈസ് വലത്തോട്ട് കറങ്ങുന്നതാകാം, ഇല്ലെങ്കിൽ അത് ഇടത്തോട്ട് കറങ്ങുന്നതാകാം. ഇങ്ങനെയുള്ള ചില ചലനങ്ങൾ പെൻഡുലത്തിൽ ലഭ്യമാവാൻ തുടങ്ങും. ശ്രദ്ധിക്കുക, നിങ്ങൾ മനസ്സുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ചലനങ്ങളല്ല, നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡ് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾ അറിയാതെ നടത്തുന്ന ചലനങ്ങളാണ്. തെറ്റിദ്ധരിക്കപ്പെടരുത്, നിങ്ങൾ തന്നെ ചലിപ്പിക്കുന്നതാണ്. ആ ചലനങ്ങൾ നിങ്ങൾ റെക്കോർഡ് ചെയ്യണം. നിങ്ങളുടെ എസ് എന്നുള്ളത് മറ്റൊരു വ്യക്തിയുടെ എസ്സും നിങ്ങളുടെ എസ്സും സെയിം ആവണമെന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്നത് മുന്നോട്ടും പുറകോട്ടുമാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വട്ടത്തിൽ കറങ്ങലാകാം. അതുകൊണ്ട് ഒരാൾക്കും അവരുടെ ചലനങ്ങൾ ഏതാണ് ശരി തെറ്റ് ഒന്നും നമുക്ക് നിർബന്ധ ബുദ്ധിയാൽ പറഞ്ഞു തരാൻ സാധിക്കുകയില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് പെൻഡുലം നിങ്ങൾ എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. എൻ്റെ നോ എന്താണെന്ന് അതുപോലെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ചലനം കിട്ടുകയാണെങ്കിൽ ആ ചലനവും നിങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുക. നിങ്ങളുടെ മനസ്സിൽ റെക്കോർഡ് ചെയ്താൽ മതി. എൻ്റെ എസ് എന്താണ്, എൻ്റെ നോ എന്താണ്, അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് പറഞ്ഞാൽ സ്റ്റോപ്പ് ആവുന്നുണ്ടോ, ഞാൻ വലത്തോട്ട് കറങ്ങാൻ പറഞ്ഞാൽ കറങ്ങുന്നുണ്ടോ. ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പല കാര്യങ്ങൾ അതിനോട് ചോദിച്ച് നമ്മൾ ഒരു റെസ്പോൺസ് കിട്ടുന്ന പ്രക്രിയക്കാണ് നമ്മൾ പെൻഡുലം അറ്റ്യൂൺമെൻ്റ് എന്ന് പറയുന്നത്. ആ പെൻഡുലമായിട്ടുള്ള നമ്മുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പെൻഡുലത്തിനെ ടെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പേര്. ഇപ്പം എൻ്റെ പേര് ബിജു എന്നാണ്. ഞാൻ പെൻഡുലത്തിനോട് ചോദിച്ചാൽ ഞാൻ ബിജു ആണ് എന്ന് പറയുമ്പോൾ എസ് തന്നെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പേര് മാറ്റുക. നിങ്ങളുടെ പേര് പറയാണ് ഞാൻ അഖിലാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എസ് ആണോ കിട്ടുന്നത് അതോ പെൻഡുലത്തിൻ്റെ നോ കിട്ടുന്നത് നോക്കുക. നിങ്ങൾ ഒരു പേര് മാറ്റി പറയുമ്പോൾ ആ പെൻഡുലം നിങ്ങൾക്ക് നോ തരികയാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള അറ്റ്യൂൺമെൻറ്റ് പെൻഡുലത്തിൻ്റെ സാധ്യമായി കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് പെൻഡുലത്തിന് പല രീതിയിലും നമുക്ക് സജഷൻസ് കൊടുക്കാം. നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് പെൻഡുലം കേൾക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ പെൻഡുലമല്ല, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഈ രജിസ്ട്രേഷൻ എടുക്കുന്നതും ഈ മൂവ്മെൻറ്റ്സ് നൽകുന്നതും. തെറ്റിദ്ധരിക്കപ്പെടരുത്. പലപ്പോഴും മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് പെൻഡുലത്തിനെ ഒരു ലിവിങ് ഒബ്ജക്റ്റ് പോലെയാണ് ക്ലാസ്സുകൾ പഠിപ്പിക്കുക. അപ്പോൾ പെൻഡുലത്തിനോട് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടരുത്. നിങ്ങളുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് നിങ്ങളെ കമാൻഡുകൾ കൊടുക്കുന്നത്. പെൻഡുലം അത് വലത്തോട്ട് കറങ്ങാൻ പറഞ്ഞു കൊടുത്താൽ ആ വലത്തോട്ട് കറങ്ങുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ കമാൻഡ് സ്വീകരിച്ചിട്ട് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഇൻഫ്ലുവൻസിലാണ് നിങ്ങൾ അത് കറക്കുന്നത്. ഓക്കെ, കൂടുതൽ ആ വിഷയങ്ങൾ നമ്മൾ പെൻഡുലം തെറാപ്പിയിൽ എപ്പോഴും നമ്മളത് പ്രാക്ടീസ് ചെയ്യും പഠിപ്പിക്കുകയും ചെയ്യുന്ന വിഷയമാണ്. അതുകൊണ്ട് ഞാനിവിടെ കൂടുതൽ സമയം അതിനു വേണ്ടി എടുക്കുന്നില്ല. അതുപോലെ തന്നെ ഷോ മീ മൈ മേ ബി, ഒരു പക്ഷേ എന്നുള്ളതിന് നമുക്ക് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ശരിയാണോ ഇല്ലേ എന്നുള്ളത് എപ്പോഴും നമ്മളെ തന്നെ വെക്കണം. ഉദാഹരണത്തിന് എൻ്റെ വയസ്സ് 50 വയസ്സാണ്, അല്ലെങ്കിൽ എൻ്റെ വയസ്സ് ഇപ്പോൾ 100 വയസ്സാണ് എന്ന് പറയുമ്പോൾ അത് യെസ് പറയുകയാണെങ്കിൽ റോങ് കമ്മ്യൂണിക്കേഷനാണ്. ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഡൗസിങ്ങിൽ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത് നമ്മുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഇതിനുള്ള എല്ലാ ഉത്തരങ്ങളും കണ്ടെത്തുന്നത്.